മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീനയാണെങ്കിൽ കാര്യങ്ങളൊക്കെ മനുവിനെ വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ കൊച്ചച്ഛനോടൊന്ന് സംസാരിക്കട്ടെ, കൊച്ചച്ഛൻ വന്ന് അങ്കിളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിക്കട്ടെ എന്ന് മനു പറയുന്നുണ്ട്. എന്തായാലും നീ സമാധാനമായിട്ടിരിക്കും, നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് മനു അലീനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അല്ല അങ്കിളാണെങ്കിൽ അച്ഛനോട്ട് സംസാരിക്കുമോ, അവർ തമ്മിൽ അത്ര രസത്തിലല്ലല്ലോ എന്ന് അലീന പറയാണ്. എന്തായാലും കൊച്ചച്ഛനോടൊന്ന് സംസാരിക്കട്ടെ, കൊച്ചച്ഛൻ എന്ത് പറയുന്നത് നോക്കട്ടെ എന്നും പറഞ്ഞ് മനു അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഫോൺ വെച്ചതിന് ശേഷം അലീനയ്ക്ക് ആകെപ്പാടെ ടെൻഷൻ ഇങ്ങനെ നിൽക്കുകയാണ് അലീന. അങ്ങനെ മനു ആണെങ്കിൽ വീട്ടിൽ ചെന്ന് രാജീവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഡിവോഴ്സ് നോട്ടീസ് വന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രാജീവ് പറയുന്നുണ്ട് അവളുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, എന്നാലും ബാലേന്ദ്രൻ്റെ അടുത്തൊന്ന് സംസാരിക്കാൻ ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പിറ്റേന്ന് തന്നെ രാജീവ് കടപ്പാട്ടൂർ എത്തുന്നുണ്ട്. എത്തുമ്പോൾ ഉടനെ കാണുന്നത് സിറ്റ് ഔട്ടിലിരുന്ന് ബബിത ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാജീവാണെങ്കിൽ കയറി അങ്ങോട്ട് വരുമ്പോൾ ഉടനെ ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് കോളേജിൽ പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് ഞാൻ കോളേജിൽ പോയില്ല. നീ ഈ പ്രശ്നങ്ങളൊന്നും കഴിഞ്ഞിട്ട് ഇതുവരെ പോയിട്ടില്ലേ? എങ്ങനെ പോകും? പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ലല്ലോ, ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ വയ്യ, നാണക്കേട് കാരണം എന്ന് ബബിത പറയുകയാണ്. അപ്പം രാജീവ് പറയുകയാണ്, അത് നീയൊക്കെ ആണെങ്കിൽ സ്വയമേ ഒപ്പിച്ചതല്ലേ, രോഗത്തിന് ആരും കൊണ്ട് അങ്ങോട്ട് തള്ളിയിട്ടല്ലോ, അവൻ സ്വയമേ പോയി ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടിയതല്ലേ, പിന്നെ ആരെയായി കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുകയാണ്. അങ്കിൾ എന്താ വന്നേ എന്ന് ബബിത ചോദിക്കുകയാണ്. അത് നിൻ്റെ അച്ഛനെ ഒന്ന് കാണാൻ, അച്ഛനോട് സംസാരിക്കാൻ. അച്ഛനോട് സംസാരിക്കാൻ ഒത്തിരി കാര്യമാണോ ഉണ്ടല്ലോ. അമ്മ ഡിവോഴ്സ് നോട്ടീസ് അയച്ച കാര്യം അങ്കിൾ അറിഞ്ഞായിരുന്നോ? എന്നാലും അച്ഛന് അലീനയെ പറഞ്ഞു വിടാൻ തയ്യാറല്ലെന്നാണ് പറയുന്നത്. അച്ഛന് അമ്മയ്ക്കൊക്കെ വലുത് അവളാണെന്ന് അച്ഛൻ പറയുന്നതെന്ന് പറയാണ്. അപ്പം രാജീവ് പറയാണ്, നിനക്ക് നിൻ്റെ അമ്മയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കൂടെ എന്ന് ചോദിക്കണം. അപ്പം ബബിത ചോദിക്കുകയാണ്, എന്താ അച്ഛൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അച്ഛനല്ലേ ഈ തെറ്റുകളൊക്കെ ചെയ്യുന്നത്, പിന്നെ അമ്മയെ പറഞ്ഞ് എന്ത് മനസ്സിലാക്കാൻ? രാജീവ് പറയാണ്, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ല അങ്കിളാണെങ്കിൽ വെറുതെ വന്നതാണോ എന്ന് ചോദിക്കണം. അപ്പോൾ രാജീവ് പറയാണ്, ഇവിടുന്ന് എന്തായാലും ഒന്നും എടുത്തുകൊണ്ട് പോകാൻ വന്നതല്ല, നിൻ്റെയൊക്കെ ജീവിതം കോഞ്ഞാട്ടേ ആവാതിരിക്കുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് രാജീവ് ദേഷ്യം കയറി പോവുകയാണ്. അപ്പം അത് ബബിത ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ നേരെ രാജീവ് മുറിയിലോട്ട് ചെല്ലുകയാണ്. അങ്ങനെ കയറി വരട്ടെ എന്ന് ചോദിച്ചുകൊണ്ടൊക്കെ രാജീവ് ചെല്ലുകയാണ്. അപ്പം ബാലേന്ദ്രൻ വാ എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നുണ്ട്. എന്താ രാജീവ് വന്നതെന്ന് ചോദിക്കണം ബാലേന്ദ്രൻ. അല്ല വായിച്ച ഡിവോഴ്സ് നോട്ടീസ് അയച്ച കാര്യം അറിഞ്ഞ് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, അതറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. അതറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഞാനല്ലല്ലോ അയച്ചത്, നിങ്ങളുടെ പെങ്ങൾ എനിക്കല്ലേ അയച്ചത്, അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് സാധിക്കാനാ എന്ന് പറയാണ്. അല്ല വൈജയടുത്ത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, അതുകൊണ്ടാണ് ബാലേന്ദ്രനെ കാണാൻ വന്നത്. ബാലേന്ദ്രന് ഈ ഡിവോഴ്സിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് മുന്നോട്ട് പോകത്തില്ല എന്ന് രാജീവ് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, എനിക്ക് താല്പര്യമുണ്ടല്ലോ, ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം, എന്നാലല്ലേ എനിക്ക് ഇതിൻ്റെ ലാഭം കിട്ടത്തുള്ളൂ എന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പോൾ രാജീവ് ചോദിക്കുകയാണ്, ബാലേന്ദ്രൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനല്ല അവൾക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചത്, അവൾക്കാണ് എന്നിൽ നിന്ന് ഡിവോഴ്സ് വേണ്ടത്. അപ്പം കോടതി കാര്യങ്ങളൊക്കെ പോട്ടെ മുന്നോട്ട്, കോടതി വെച്ച് നമുക്ക് കാണാമെന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. ഞാനായിട്ട് എന്തായാലും ഈ കേസിൽ നിന്ന് പിന്മാറത്തില്ല എന്ന് ബാലേന്ദ്രൻ പറയാണ്. പിന്നെ ഇതിൻ്റെ മറുവശമുണ്ട്, ഇത് കോടതിയിലെത്തുമ്പോൾ എല്ലാവരും മറന്നു കളഞ്ഞ ഒരാളുണ്ട്, സ്റ്റാൻലി. അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ, ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് അവളെ കോടതിയിലിട്ട് ഞാൻ വലിച്ചു കീറും എന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പോൾ രാജീവ് പറയാണ്, ബാലേന്ദ്രനൊന്ന് ക്ഷമിച്ചുകൂടെ? ബാലേന്ദ്രന് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിവോഴ്സ് വേണ്ടെന്ന് പറഞ്ഞാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് രാജീവ് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നത്, ഞാൻ എന്തിനാ അവളുടെ മുന്നിൽ താരേണ്ട കാര്യം എന്താണ്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവളാണ് തെറ്റ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവളുടെ അഹങ്കാരം കൂടെ ഞാൻ സഹിക്കണോ? അത് നടക്കുന്ന കാര്യമല്ല. അവൾ ഈ കേസോട്ട് മുന്നോട്ട് പോട്ടെ, പിന്നെ എന്തൊക്കെ വേണം എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ടെന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. അപ്പം രാജീവ് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് പിന്മാറ് എന്നൊക്കെ പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, ഈ കേസിൽ നിന്ന് ഞാൻ എന്തായാലും പിന്മാറത്തില്ല, അവളുടെ പഴയ കാമുകനെ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ച് കോടതി കൊണ്ടുവരികയും ചെയ്യും, അവളുടെ പഴയ കഥകളെല്ലാം എല്ലാവരുടെയും മുന്നിൽ ഞാൻ തുറന്നു കാട്ടുകയും ചെയ്യും, അതോടെ കൊല്ലപ്പള്ളിക്കാരുടെ ഇത്രയും നാളും കെട്ടിക്കൊണ്ടുവന്ന അന്തസ്സും ആഭിജാതിയൊക്കെ അതോടെ തീരുമെന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. ഇപ്പം കൊല്ലപ്പള്ളിയിലെ വൈജയെന്നും പറഞ്ഞ് കൊമ്പ് ഉലിക്കൊണ്ട് നടക്കുന്നല്ലേ, അതല്ല അതോടെ പോകും, അവൾ ഇത്രയും നാൾ കെട്ടിപ്പൊക്കിയത് വെറും ചില്ല് കൊട്ടാരാണെന്ന് അവൾക്ക് അതോടെ മനസ്സിലാവും എന്ന് ബാലേന്ദ്രൻ പറയാണ്. അതിനുശേഷം ഇവിടെ നിൽക്കുന്ന അലീന സ്വന്തം മകളാണെന്നും കൂടെ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? നാട്ടുകാരറിഞ്ഞാലോ? അതിനെക്കുറിച്ച് രാജീവ് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം രാജീവ് ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരിക്കുകയാണ്. അതും കൂടെ നാട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ പിന്നെ പറയണ്ടല്ലോ എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. അപ്പോൾ രാജീവ് പറയുകയാണ്, ബാലേന്ദ്രന് ഒന്ന് അടങ്ങിക്കൂടെ, ബാലേന്ദ്രന് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, വായിച്ചയ്ക്കാണെങ്കിൽ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ, അവളാണെങ്കിൽ ഒന്നും അറിയാതെ ആട്ടം കാണുക എന്ന് പറയുന്നത്. പക്ഷേ ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞൂടെ, അവൾ ഇപ്പം തന്നെ കിടന്ന് കഷ്ടപ്പെടുക എന്ന് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അതെ, അവൾ ഇപ്പം തന്നെ അവിടെ കൈയും കാലും ഒടിഞ്ഞ് ഒരു പരുവായി കിടക്കുകയാണ്. അന്നേരം അവളുടെ അഹങ്കാരത്തിനൊരു കുറവുമില്ല. മോൻ ജയിലിലാണ്, എന്നിട്ടും അവൾക്ക് ഒരു അഹങ്കാരത്തിനും കുറവില്ല. അപ്പോഴും അവൾ എനിക്കെതിരെ ഡിവോഴ്സ് നോട്ടീസ് അയക്കാനാണ് അവൾക്ക് കൂടുതൽ താല്പര്യം. എന്നെ എങ്ങനെയെങ്കിലും തകർക്കുക, അതുമാത്രമാണ് അവളുടെ ചിന്ത എന്ന് ബാലേന്ദ്രൻ പറയാണ്. അങ്ങനെയുള്ള അവളെ ഞാനെന്തിനാ വെറുതെ വിടുന്നത്, അവൾ ഇതുമായിട്ട് കോടതി പോട്ടെ, ബാക്കി കാര്യം കോടതി വെച്ച് തീരുമാനിക്കുക എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ ഉറച്ചെന്നെ നിൽക്കുകയാണ്. അവസാനം രാജീവ് പറഞ്ഞിട്ട് കേൾക്കത്തില്ല എന്നതുകൊണ്ട് തന്നെ രാജീവ് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ താഴെ വരുന്ന രാജീവിൻ്റെ അടുത്ത് അലീന ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീനയുടെ അടുത്ത് രാജീവ് പറയുന്നുണ്ട്, ഒരിക്കലും ഇത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടുപേരും വാശി പിടിച്ച് തന്നെ നിൽക്കുകയാണ്. അലീനയെ പുറത്താക്കിയാലേ വൈജ ഈ വീട്ടിലേക്ക് വരുത്തുള്ളൂ, ബാലേന്ദ്രനുമായിട്ടുള്ള ബന്ധം തുടരും, അലീനയെ പുറത്താക്കത്തില്ലെന്നാണ് ബാലേന്ദ്രൻ്റെ തീരുമാനം. എന്തായാലും രണ്ടുപേരും വാശിക്കൊരു കുറവുമില്ലെന്ന് രാജീവ് അലീനയുടെ അടുത്ത് പറയാണ്. മാത്രവുമല്ല, കോടതിയിൽ വരുമ്പോൾ ഇതിനെല്ലാം പ്രതികാരം വീട്ടാൻ ബാലേന്ദ്രൻ കാത്തിരിക്കുകയാണെന്നും കൂടെ രാജീവ് അലീനയുടെ അടുത്ത് പറയാണ്. നിനക്ക് പറ്റുമെങ്കിൽ നിൻ്റെ അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുമാത്രമല്ല, കോടതിയിൽ വരുമ്പോൾ പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയാനാണ് ബാലേന്ദ്രൻ ഇരിക്കുന്നത്. അതുമാത്രമല്ല, വൈജയുടെ പഴയ ആ കാമുകനെ കൊണ്ടുവരാനും പറ്റുമെങ്കിൽ കൊണ്ടുവന്ന് എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്താനും ഇരിക്കുകയാണ് ബാലേന്ദ്രൻ എന്ന് രാജീവ് അലീനയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ വൈജ പിന്നെ ജീവിച്ചിരിക്കത്തില്ല എന്ന് പറയാണ്. നിനക്കറിയാലോ, എന്തൊക്കെ പറഞ്ഞാലും വൈജ നിൻ്റെ അമ്മയാണെന്ന് നിനക്കൊരു ബോധമുണ്ടല്ലോ. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ബാലേന്ദ്രനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ പറയണം. ഈ കേസ് എങ്ങനെയെങ്കിലും പുറത്ത് വെച്ച് ഒത്തുതീർപ്പാക്കാൻ നോക്കണം. ഇത് കോടതി പോയി കഴിഞ്ഞാൽ ബാലേന്ദ്രൻ എന്തൊക്കെ വിളിച്ചു പറയുന്നോ എന്തൊക്കെ ചെയ്യുമെന്നോ ഒരു പിടിയും ഇല്ലെന്ന് രാജീവ് പറയുന്നുണ്ട്. ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന പല കള്ളങ്ങളും പുറത്തു വരും. വൈജയുടെ പഴയ ആഗ്രയിലെ കഥകൾ, നിൻ്റെ വീട്ടിലെ താമസം, നിൻ്റെ അച്ഛനും അമ്മയും, ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമായി വരും. അതോടെ ഇവരുടെ കുടുംബവും തകരും. മാത്രമല്ല, ഇതൊക്കെ അറിയുന്ന വൈജ പിന്നെ ജീവിച്ചിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു അപമാന ഭാരത്താൽ അവൾ ജീവിച്ചിരിക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല എന്നും പറഞ്ഞ് രാജീവ് അലീനയോടും കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ആകപ്പാടെ ടെൻഷനൊക്കെ ആവുന്നുണ്ട്. അതുകൊണ്ട് നീ ബാലേന്ദ്രൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് രാജീവ് പറയുകയാണ്. ഞാൻ എന്തായാലും ഇറങ്ങുവാണ്, ഇവിടെ നിന്നിട്ടും വലിയ കാര്യമില്ലല്ലോ, എന്തായാലും ഹോസ്പിറ്റലിൽ പോയി വൈജയെ ഒന്ന് കാണണം, വൈജയോടടുത്തും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം. എന്തെങ്കിലും കേൾക്കുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും പറയേണ്ട കാര്യം പറയണം. അവൾക്കറിയത്തില്ലല്ലോ, അവൾ സ്വന്തം നിഴലിനോട് തന്നെയാണ് യുദ്ധം ചെയ്യുന്നതെന്ന് അവൾക്കറിയത്തില്ലല്ലോ എന്നും പറഞ്ഞ് രാജീവ് പോവുകയാണ്. ഇതൊക്കെ കേട്ടാണെങ്കിൽ അലീന ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ബാലേന്ദ്രനാണെങ്കിൽ ഈ വൈജയോടുള്ള ദേഷ്യം കാരണം ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും വൈജയ്ക്ക് ഇട്ട് പണി കൊടുക്കണം. അതിൻ്റെ കൂടെ രാജീവും കൂടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കൂടുതൽ ദേഷ്യമായി ബാലേന്ദ്രന്.